നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഭാരതീയരെ സന്തോഷിപ്പിക്കുന്നതും നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അത്യധികം വിഷമിപ്പിക്കുന്നതുമായ ഒരു സാമ്പത്തിക കണക്ക് പുറത്തു വന്നിരുന്നു. കാരണം 2022-23 അടിസ്ഥാനം ആക്കിയുള്ള ആദ്യ GDP കണക്ക് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. ഇത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ, അതായത് 2025-26 മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, അതായത് GDP എന്ന് പറയുന്നത് വളർച്ച 7.7%. അനുമാനം 7.6%. അതായത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ പ്രവചിച്ചിരുന്നതിനേക്കാൾ അധികം വളർച്ച നേടുവാൻ ഭാരതത്തിന് സാധിച്ചു. ഇത് പ്രാധാന്യമർഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിശ്ചിത കാലയളവിലെ ആകെ മൂല്യമാണ് ഈ കണക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആഭ്യന്തര ഉൽപ്പാദനത്തെ സംബന്ധിച്ച്. അതൊന്ന് മേലോട്ടമായി പറഞ്ഞു എന്ന് മാത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉള്ളുകളിലേക്ക്, അന്തരാളങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്നില്ല. കാരണം സാമ്പത്തിക വിദഗ്ധർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തന്നെയുമല്ല, അത്യാവശ്യം ഒരു ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് കണക്കുകൾ നിരത്തി അത് പറഞ്ഞാൽ വല്ലാതെ വരണ്ടു പോകും കാര്യങ്ങളുടെ ഒരു ചർച്ച. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മേലോട്ടമായി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭാരതം വളർച്ചയുടെ പാതയിലാണ് എന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, ഈ വളർച്ചാ നിരക്ക് കണക്കാക്കുമ്പോൾ അമേരിക്കയും ചൈനയും ഒക്കെ ഭാരതത്തിന് ബഹുദൂരം പിന്നിലാണ് ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ. ഇത്തരത്തിലുള്ളൊരു വളർച്ച ഭാരതം കൈവരിക്കുന്നത് ഒരു സ്ഥിരതയോടുകൂടിയാണ്. കാരണം ഈ ഒരു വളർച്ചാ നിരക്ക് സ്ഥിരതയോടുകൂടിയാണ്. ഇടയ്ക്കൊക്കെ ഒരു താഴ്ച ഉണ്ടാകുമ്പോൾ പോലും അതൊരു നിയന്ത്രിതമായ താഴ്ചയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. തന്നെയുമല്ല, ഇനിയിപ്പോൾ ഉടനെ വരും ഡോളറിൻ്റെ വില 100 അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഡോളറിൻ്റെ വില 100 ഒരു ഡോളറിന് 100 ഇന്ത്യൻ രൂപ എന്നുള്ള രീതിയിലേക്ക് വന്നതിന് മധ്യപൂർവേഷ്യയിലെ യുദ്ധം ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത്രയുള്ള GDPയുടെ വളർച്ചയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഡോളറിൻ്റെ നിരക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് പറഞ്ഞതുപോലെ ഒരു ഡോളറിന് ഒരു ഇന്ത്യൻ രൂപയ്ക്ക് $100 ആയെന്ന് വയ്ക്കുക. അപ്പോൾ പറയാം, അല്ല, GDP ആണ് നോക്കേണ്ടത്. കാരണം ഇത് തമ്മിലുള്ള ഒരു അവസ്ഥാന്തരങ്ങളും വ്യത്യാസങ്ങളും സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ ഒരു ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡും എല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞു, വീണ്ടും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. പക്ഷേ ഈ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നൊരു കണക്കാണ്. കാരണം ഈ വളർച്ചാ നിരക്കിൻ്റെ ഈ ഒരു വേഗതയും സ്ഥിരതയും തന്നെയുമാണ് പലപ്പോഴും വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപിനെ അസ്വസ്ഥനാക്കുന്നതും ഭാരതത്തെ എപ്പോഴും അസഭ്യം പറയുകയും എന്നാൽ മോദി തൻ്റെ സുഹൃത്താണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുവാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതും, ഒപ്പം ചൈനയെ പോലുള്ളൊരു രാജ്യത്തിന് ഇന്ത്യയെ ഗൗരവത്തോടു കൂടി കാണുവാനും, ഇന്ത്യ വളർന്നു വരുന്നൊരു ശക്തിയാണ്, ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ വളർച്ച തടയണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്നത്. ശത്രുക്കളെ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം വളരുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് എത്ര കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുമോ അത്രയധികം നിങ്ങൾ വളരുന്നു എന്നുള്ളതാണ് അത് വെളിവാക്കുന്നത് എന്നതാണ് ദൗർഭാഗ്യകരമായൊരു വസ്തുതയാണെങ്കിലും ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു സത്യം. അതും പ്രത്യേകിച്ച് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഭാരതം വളർച്ചയുടെ ഒരു പാതയിലാണെന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമൊന്നും വേണ്ട ഒരു ഭാരതീയനും. എല്ലാ ഭാരതീയർക്കും അതറിയുകയും ചെയ്യാം. അവർക്കതിൽ സന്തോഷമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള വ്യക്തികൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ ഇടിച്ചു താഴ്ത്തി ഭരണത്തിൽ നിന്നിറക്കി സ്വയം അധികാരത്തിൽ കയറിയിരിക്കുവാൻ ആഗ്രഹിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള വ്യക്തികൾക്ക് ഇത് ദുഃഖകരമായൊരു വസ്തുതയായിരിക്കും. തന്നെയുമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രേറ്റർ നിക്കോബാർ പോലുള്ള പദ്ധതികളെ എതിർക്കുന്നത് സൗന്ദര്യം മുഴുവൻ നശിക്കുമെന്നുള്ള രീതിയിൽ എങ്കിലും എതിർത്ത് അദ്ദേഹം ഒരു എന്താ പറയുക, പരിസ്ഥിതിവാദിയായി ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്, വേഷം മാറി ഇറങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു ആന്തോളൻ ജീവിയായി മാറിയിരിക്കുകയാണ്. പരിസ്ഥിതിവാദിയായി അവതരിച്ച് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ചൈനയെ പോലുള്ള ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വിമർശനം നിലനിൽക്കെ തന്നെ ചൈനയും മറികടന്ന് ഒരു വളർച്ചാ നിരക്ക് ഭാരതം കൈവരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ ദുഃഖകരമായിരിക്കും. എന്നാലും ഈ ഒരു വളർച്ചാ നിരക്കെന്ന് പറയുന്നത് ഇതൊരു ചെറിയ വീഡിയോ ആയി ചെയ്യുന്നത് ഈ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ചുള്ളൊരു സന്തോഷം ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനും ഈ ഒരു ദുഃഖിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയെ സംബന്ധിച്ചൊരു ചെറിയ വിശകലനം നടത്തുവാനുമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് വിഷമമുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ GDP എന്താണ്, വളർച്ചാ നിരക്ക് എന്താണ് എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. അവരിതിലാകെ കാണുന്ന ഒരേ ഒരു വരി, ചൈനയെ മറികടന്ന് ഭാരതം വളർന്നു. അയ്യോ, നമ്മുടെ ചങ്കിലെ ചൈനയെ മറികടന്ന് ഭാരതം വളർന്നെങ്കിൽ പണ്ട് തന്നെ
ഈ പറയുന്ന പോലെ അക്സായി ചൈന പിടിച്ചെടുത്തപ്പോൾ തന്നെ അത് ചൈനയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഭാരതം ഭാരതത്തിൻ്റേതെന്നും ചൈന ചൈനയുടേതെന്നും അവകാശപ്പെടുന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ചൈനയ്ക്ക് അനുകൂലമായി സംസാരിച്ച ബിരുദന്മാരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ചൈനയെ മറികടന്ന് ഭാരതം മുന്നേറുന്നു എന്ന് പറയുമ്പോൾ വിഷമമുണ്ടാകും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള കാര്യവും പറഞ്ഞു. ഇനി ഉള്ളത് ജിഹാദികളാണ്. അവർക്ക് എല്ലാ കാലത്തും വിഷമമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവരെയും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ആകെ മൊത്തത്തിൽ ഇവരെയൊക്കെ കൂടി എടുക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ നമുക്ക് വ്യക്തമാകും. കാരണം ഏതൊരു രാജ്യത്താണെങ്കിലും രാജ്യത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടം, ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്ക സാമ്പത്തിക വളർച്ച നേടുകയാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അവഗണിക്കാൻ സാധിക്കാത്തൊരു വളർച്ച നിരക്ക് നേടുകയാണ് എന്ന് കരുതുക. ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലാണ് അതുണ്ടായതെന്നും കരുതുക. അവഗണിക്കാൻ സാധിക്കാത്തൊരു രീതിയിൽ കൃത്യമായ കണക്കുകളോടുകൂടി ഒരു വളർച്ച നിരക്ക് കൈവരിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് നേതാക്കൾ പിന്നെയും ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുന്നത് തുടരും. പക്ഷേ അത് അഭിനന്ദനീയമായൊരു കാര്യമാണ് എന്നുള്ളത് തുറന്നു പറയുവാനുള്ളൊരു മാന്യത അവരിൽ ചിലരെങ്കിലും കാണിക്കും. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏതാണ്ട് രാഹുൽ ഗാന്ധിമാരെ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയാണ്. ഹിലരി ക്ലിൻ്റൺ ആണെങ്കിലും ബാരക് ഒബാമയാണെങ്കിലും ഇപ്പോൾ പുതിയ വരുന്ന ഗാവിൻ ന്യൂസമിനെ പോലുള്ള നേതാക്കളാണെങ്കിലും എല്ലാം പലതരത്തിലുള്ള രാഹുൽ ഗാന്ധിമാരാണ്. കാരണം രാജ്യം മുടിഞ്ഞ് കുത്തുവാള എടുത്തു പോയാലും ഞങ്ങൾക്ക് അധികാരത്തിലെത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയും തമ്മിൽ കണ്ടാൽ കടിച്ചു കയറി തല്ലിക്കൊല്ലുമായിരുന്നെങ്കിൽ പോലും അമേരിക്കയുടെ കാര്യം വരുമ്പോൾ അവരൊന്നാകുമായിരുന്നു. ഇപ്പോൾ അമേരിക്കയും ദൗർഭാഗ്യവശാൽ ഭാരതത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ സന്തോഷകരമായ ഒരു കാര്യം, ഭാരതത്തിൽ രാഷ്ട്രീയം ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ മറ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെയും എല്ലാം കാലം കഴിഞ്ഞാൽ അവർ മരിച്ചു പോകുമെന്നല്ല പറയുന്നത്. കാരണം ഇങ്ങനെ പോയാൽ രാഷ്ട്രീയമായി വലിയ താമസമില്ലാതെ അവരെല്ലാം ഇല്ലാതായി പോകും. രാഷ്ട്രീയമായി അവരുടെ രാഷ്ട്രീയ ഭൂമിക അവസാനിച്ചു കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ ശക്തികൾ, ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ശക്തികൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ പരിഷ്കരണത്തിന് വിധേയമായി BJPയോടൊപ്പം ദേശീയത മുറുകെ പിടിച്ച് BJPയെ രാഷ്ട്രീയമായി എതിർത്താൽ പോലും ഭാരതത്തിനൊപ്പം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് ഭാരതം പോകുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. അമേരിക്കയുടെ മുൻ ഒരു പ്രവർത്തന രീതി, രാഷ്ട്രീയ പ്രവർത്തന രീതി ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് ഭാരതം പോയാൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതും ഒരു പ്രതീക്ഷയാണ്. ഉറപ്പൊന്നുമില്ല, കാരണം ഭാരതീയരെ സംബന്ധിച്ച് ഇക്കാര്യത്തിലൊന്നും ഉറപ്പ് പറയുവാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ ക്രമം ഭാരതത്തിൽ ഉരുവായി വന്നാൽ അത്യധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഒരു വളർച്ചാ നിരക്കും ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു പ്രതികരണങ്ങളും അവരുടെ വിഷാദ രോഗങ്ങളും ഇത് സംബന്ധിച്ചുള്ള വിഷാദങ്ങളും എല്ലാം സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നും അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. അത് തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം പ്രേക്ഷകരുടെ തുടർന്നുള്ള സഹകരണം തത്വമേ ന്യൂസിനുണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ഒപ്പമുള്ള ഈ യാത്ര തുടരുക, സംവാദങ്ങളും തുടരുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.